ലീലേ ഉണ്ട്. ഇല്ലില്ല പിറകെ കാണാനില്ല ആളെ. അതുകൊണ്ട് വിളിച്ചു ചോദിച്ചാ എന്താ റെഡി ഒളിപ്പിച്ചു വെച്ചാണ്? ഒന്നുമില്ലടാ, കഴിക്കാവളോ എന്തോ നമ്മളെ കണ്ടപ്പോ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ചൂല് കണ്ടോണ്ട് പോവണ്ടെന്ന് വിചാരിച്ച അവൻ അത് വിളിച്ചു കാണിക്കും. കാണിച്ചു കൊടുക്കുക സമാധാനം ആവട്ടെ. പോയടർക്കാ ചൂല് കണ്ടിട്ട് പോയാലും പൂവ് കണ്ടിട്ട് പോയാലും ഞാൻ അവിടെ ചെല്ലുമ്പോ ആരെയാ കാണുന്നത്? വെള്ളം അടിച്ച് വഴി കിടന്നവരെടുത്തോണ്ടിട്ട് തിരിക്കായിരിക്കും. പെൺവാണിഭത്തിന് പിടിച്ചവൻ ഇരിക്കായിരിക്കും. തമ്മിലടിച്ച് സഹോദരനും ചേട്ടൻ തമ്മിലടിച്ചവരെ ഇരിക്കായിരിക്കും. നമുക്കിപ്പോ രാവിലെ ആയാലും വൈകുന്നേരം ഇത് എന്നെ കാഴ്ച. എങ്ങനെയായാലും ഞാൻ ഇവിടെ നിന്ന് ആക്കുന്നില്ലേ ചേച്ചി, അതിന്റെ ഒരു കൂടെ പെങ്ങളുടെ മതി. പക്ഷെ പെങ്ങൾ ഈ ജോലിയൊക്കെ എല്ലാം നീ തന്നെ എപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ആരെനിക്കുള്ളേ? അവള് വെക്കേഷൻ വന്നിരിക്കല്ലേ, അവളെ ഏൽപ്പിക്കേണ്ടതൊക്കെ. അവളെ ഇപ്പൊ രാവിലെ പെരടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോ ചിലപ്പോ ചൂല് കൈ കൊണ്ട് എടുക്കുമായിരിക്കും. അത് ആരുടെ കുഴപ്പം? ചോദിക്ക എന്നോട്. ആരുടെ കുഴപ്പം? എന്റെ കുഴപ്പം എന്നല്ലേ നീ വിചാരിക്കുന്നത്? അല്ല, നിന്റെ കുഴപ്പം. ഞാൻ എന്തിനെങ്കിലും ഈ പിള്ളേരെ വഴക്ക് പറഞ്ഞ നീ അപ്പൊ തന്നെ വരുമല്ലോ, കൊടിയെടുത്തോണ്ട് വരൂലേ? ആരുടെയും കുഴപ്പമില്ല. ആ കൊച്ചു ഇച്ചിരി ദിവസം ഒന്ന് വെക്കേഷൻ നിൽക്കാൻ വേണ്ടി വന്നതല്ല. അങ്ങനെയല്ല. വീട്ടിലെ ജോലികളൊക്കെ അത്യാവശ്യം, വലിയ വലിയ ജോലികളൊന്നും ചെയ്യണ്ട. അത്യാവശ്യം മുറ്റമടിക്കുന്നതോ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ആർക്ക് വേണ്ടിയാ പറയുന്നത്? നിനക്ക് വേണ്ടിയിട്ടാണ്. പ്രായം കുറഞ്ഞു വരെയല്ല, നമുക്ക് എല്ലാവർക്കും കൂടി വരികയാണ്. നിന്ന് ഇപ്പൊ നടുവല്ലോ വെട്ടി വിളിക്കാണ്ടല്ലേ, ആര് നോക്കും? നീ ഉണ്ടല്ലോ. ഞാനുണ്ട്. പിന്നെ എന്റെ ക്ലീറ്റ ചേട്ടനില്ലേ? അവ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അവനില്ല. അവളെ വിളി, ഞാൻ പറയാം. നിനക്ക് പറയാൻ മടിയാണ്, ഞാൻ വിളിക്കാം. മുത്തേ, അവളിവിടെ ഇല്ല. അവളിവിടെ ഇല്ല. അവള് 24 മണിക്കൂർ ഇപ്പൊ ആ മാളുവിന്റെ അടുത്തല്ലേ, അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരും. മാളു ആ കൊച്ചും കൂടി വരും. അവരെ അച്ഛനും അമ്മ എവിടെയോ പോവാ. അപ്പൊ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ വയ്യാത്തോണ്ട് ഇവിടെ വന്നിരിക്കാന്നും പറഞ്ഞ് രണ്ടും കൂടി ഇപ്പൊ വരും. ഉച്ചക്ക് ചോറ് കൊടുക്കണം. ഞാൻ എന്തെങ്കിലും കറിയൊക്കെ വെച്ച് ഒപ്പിക്കാന്ന് വിചാരിച്ചാ. എന്തെങ്കിലും നന്നായിട്ട് കൊടുക്കണ്ടേ? എല്ലാം ഉണ്ട് അവിടെ. അതാ ഇവിടെ ക്യാബേജ് തോരൻ നല്ലതല്ലേ? അല്ല. അതെ, അല്ല. എനിക്ക് അത് ക്യാബേജ് തോരൻ നീ ഉണ്ടാക്കുക, മറ്റേ ചാറുകറിയും ഇതും ഞാൻ ഉണ്ടാക്കാം. ശരി, ഇറങ്ങണ്ട. നീ കഴിക്കാൻ വരുമോ? കഴിക്കാൻ വരുമോന്ന്? പണി കഴിഞ്ഞിട്ട് വന്നാ മതി. ക്യാബേജ് അവിടെ ഇരിപ്പുണ്ടോ? എന്നാ അതിങ്ങെടുത്തോ, ഞാൻ വരാം. എനിക്ക് വേണമെന്ന് പോയി കണ്ടു നോക്കിയാ മതി. അതല്ല, എന്റെ അമ്മയില്ലേ മറ്റേ ലല്ലു ചേട്ടന്റെ സീരിയലുണ്ട്. ഏത്? മറ്റേ ഒഴുകുന്ന പുഴ കാണോ? അമ്മ സീരിയലെല്ലാം കൃത്യമായിട്ട് കാണും. അപ്പൊ എന്നെ കാണിച്ചിട്ട് പറഞ്ഞ്, എടി ഈ ചെക്കൻ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അമ്മയ്ക്കറിയാമോ? അമ്മയ്ക്ക് അറിയായിരിക്കും, അല്ല ഞാൻ അറിയില്ലല്ലോ. എന്ത് പറഞ്ഞ്? എവിടെ കണ്ട് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തിങ്ങനെ, അത് അത്രയും പേരൊക്കെ കാണൂല. അപ്പൊ സത്യമല്ലേ? കണ്ടിട്ടില്ലേ അത്? ഞാൻ കാണും വല്ലപ്പോഴും ഈ ഷോർട്സിലൊക്കെ വരുമ്പോ. പിന്നെ ഇനിയിപ്പൊ അതിരുന്ന് കാണുന്ന അമ്മ കണ്ടിട്ട് കാണും അടുത്ത പ്രശ്നം. അല്ല, എന്റെ അടുത്ത് ഇങ്ങനെ പറയും ആരാധകരൊക്കെ ഉണ്ട്, വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പൊ എന്റെ മൈൻഡ് ചുമ്മാ എന്റെ അടുത്ത് തള്ളുന്നതെന്ന് വിചാരിച്ചപ്പോ ആക്ച്വലി കാണൂല ആൾക്കാർ. കാണും, എന്റെ അമ്മനെ പോലത്തെ ആൾക്കാരൊക്കെ കാണും. എന്തൊരു അഭിയം കൊള്ളാന്ന് പറഞ്ഞു. അമ്മക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഞാൻ കുറച്ച് കണ്ടോളൂ. അപ്പൊ സത്യമല്ലേ? പാവത്തിനെ എപ്പോഴും ഇട്ട് കളിയാക്കും. ലില്ലേ, എടി അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചാ മതി. കപ്പ എന്ത് ചെയ്യാൻ? കപ്പ കുഴയാക്ക്. മീൻകറി ഉണ്ട്, അപ്പൊ കപ്പയായിരിക്കും നല്ലത്. അതും കൊണ്ടാ. കപ്പയല്ലേ എളുപ്പം, അത് കുരുവിനകത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു തേങ്ങയും കൂടെ പൊതിച്ചു തരുമോ? എന്തുവാണടി? ചെയ്തോളാം. ആണ്ടെ രണ്ടും കൂടി വരുന്നു. തലവേദന എടുക്കാൻ തുടങ്ങും. ഹലോ, കപ്പയാണോ ഇന്നിവിടെ? കപ്പ കൊഴിച്ചത്. വിശക്കണുണ്ടോ? കഴിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നാണോ? എന്തായാലും രാവിലെ കഴിക്കാൻ? രാവിലെ പുട്ടും കടലയും. ഇഷ്ടല്ല പുട്ടെന്ന് പറയുമ്പോ പിള്ളേർക്ക് ഇഷ്ടല്ല, പക്ഷെ പുട്ട് പോലെ ഗുണമുള്ളത്. വലിയ ഗുണം. ആവില് വേണോ നല്ലത്. എല്ലാ ദിവസവും തിന്നുമ്പോഴേ ഇവിടുത്തെ ഉപ്പുമാവ് പോലെ. അച്ഛനും അമ്മ എവിടെ പോയടാ? മാമന്റെ മോളുടെ കല്യാണം ഉണ്ട്, അപ്പൊ അവരങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട്.
കാര്യങ്ങളൊക്കെ നേരത്തെ. ആ എല്ലാം നിശ്ചയിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? ഞാൻ പോയൊന്നുമില്ല. മടിയായിരിക്കും നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ വിളിച്ച ദിവസമൊക്കെ എന്തൊരു അരിശാന്നറിയാമോ? അത് ഈ ആൾക്കാരെ ഒന്നിങ്ങനെ ഓരോന്ന് ചോദിച്ചു. അതാ മെലിഞ്ഞോ വണ്ണം വെച്ചോ ഉഴുതായോ ചോദിച്ചാൽ എന്താ വർത്താനം പറയണം. അതെന്തിനാ അങ്ങനെ ചോദിക്കണേ? ക്യാബേജ് വെച്ചത് ഇവക്കൊണ്ടല്ലോ പഠിക്കാൻ പോയതിനു ശേഷം ഉണ്ടല്ലോ ഒരനുസരണയില്ല. അവള് വിചാരിക്കുന്നതാണ് വലിയ കാര്യം. നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. ലല്ലിച്ചേട്ടൻ ഹായ്. മോളറിയോ ലല്ലുവിനറിയോ? ഞാൻ മറ്റേ ഈ എന്താ ഒഴുകുന്ന പുഴയില് കണ്ടിട്ടുണ്ട്. സീരിയലിൽ ലല്ലുചേട്ടൻ അഭിനയിക്കുന്ന സീരിയൽ ഭയങ്കര ഫേമസ് അമ്മ കാണും, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എപ്പോഴും ഇല്ലല്ലോ ഇവൻ, ഇടയ്ക്കൊക്കെ അല്ലേ? നീ എവിടെ കാണുന്നു? ഹോസ്റ്റലിൽ നിൽക്കുന്നു നീ? അല്ല ഇവള് വരുന്നവർക്ക് പറഞ്ഞല്ലോ അല്ലേ അമ്മ കാണുമെന്ന്. അമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? ബാ മാളു എന്ത് പണി നീ കാണിച്ചത്? എന്നാ പിന്നെ പറയത്തില്ല. ഹായ് മുത്തിന്റെ ലല്ലുചേട്ടൻ പോണു. എന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. നിനക്ക് എന്റെ അമ്മ അറിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുവാണോ? പക്ഷെ പ്രശ്നം ഉണ്ടാവുന്നു തോന്നണോ? നിനക്ക് അറിഞ്ഞിടാത്തോണ്ടാണ് മാളു. കൊറേ നാളുണ്ട് ഞാൻ ആ പേരിങ്ങനെ പറയാതെ ഒരു വിധത്തിലാ കൊണ്ടുപോയ. ഹായ് ലല്ലുചേട്ടൻ. എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. മനസ്സിലായി. ഞാൻ അമ്മയുടെ മാമിയുടെ അവരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതി അപ്പോഴേ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. പേര് നിനക്ക് എങ്ങനെ ലല്ലുചേട്ടൻ അറിയാം? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. ഇപ്പൊ ഞാൻ വഴിയല്ല ലല്ലുചേട്ടൻ നിനക്കറിയാം ഒരു വഴിയില്ല. പിന്നെ ഒഴുകുന്ന പുഴ സീരിയല് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ വിശ്വസിച്ചാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ഓർത്തു നോക്കി എന്റെ അമ്മയുടെ മാമിയുടെ മോൻ നല്ലോണം ഒന്ന് ആലോചിച്ചു. നീ നിന്റെ അടുത്ത് വീണ്ടും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? പ്രശ്നാവോ? എനിക്കറിയാമല്ല. നീ ലല്ലു 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 എന്ന പേര് പറയരുത്. വേറെ എന്തോ നീ പറഞ്ഞു. ഓക്കെ നിങ്ങളെന്താ പറഞ്ഞ? നമ്മളെന്തോ പറയാ, നമ്മളിങ്ങനെ കോളേജിന്റെ കാര്യമൊക്കെ. അതല്ലല്ലോ. അത് എന്നെ പറഞ്ഞ. നീ എന്ത് കേട്ടെ? വേറെ എന്തോ പറഞ്ഞു. എന്ത് പറയാ? ലല്ലുന്നാ അങ്ങനെ എന്തോ. ലല്ലുന്നൊന്നും പറഞ്ഞില്ല. നീ ചെലപ്പോ കേട്ടത് ഞങ്ങള് വന്ന വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞേ കൊച്ചിനെ ചെല്ലുമ്പോ ഒരു ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ മറന്നുപോയി അല്ലേ? ഞാൻ മറന്ന് ഞാനും വിട്ട് പിന്നെ ഇങ്ങ് വന്ന് നമ്മൾ അതിനെ പറ്റി പറയാം. അല്ല അപ്പൊ മറന്നോരോ കാര്യം എന്തിനാ ഇപ്പൊ ഇവിടെ ഒന്ന് പറയുന്നത്? വീണ്ടും മേടിക്കാൻ മറന്നുപോയല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ മേടിച്ചു കൊടുത്താലോ? അതല്ലേ എന്റെ ഒരു ശരിയെന്ന് വിളിക്കുന്ന. ഞാൻ പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് കുഴപ്പമില്ല ഇപ്പൊ പോവാ. എന്താണ് പാവം ചേച്ചി ക്ഷീണിച്ചു വന്ന്. ഞാനാ പറഞ്ഞ വേണ്ട തക്കുടും അങ്ങനെയൊന്നും അല്ല. അത് കുഴപ്പമില്ല. ഇവിടെ താഴെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോവാ. എന്നാ ഞാൻ പോയി വാങ്ങിച്ചു കൊടുത്തിട്ട് വരാം. അല്ല ഞാൻ വരാം. വേണ്ട വേണ്ട നീ വേണ്ട, ഞങ്ങള് പൊക്കോളാം. തക്കുടും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചു തരാം. പോരെ? പ്രശ്നം തീർന്നാ? ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. പോവാം. നിനക്കേ ലോലിപോപ്പ് മാത്രം മതി എന്നും പറഞ്ഞല്ലേടാ നീ എന്റെ കൂടെ വന്നത്? എന്നിട്ട് നീ ലേസും കൂടെ മേടിച്ചേക്കണം. അത് ചുമ്മാ ഇരിക്കുമ്പോ തിന്നാലോ. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ തിന്നണ്ടാട്ടാ. ലേസ് ഒന്നും പിള്ളേർക്ക് തിന്നാൻ പറ്റിയ സാധനമൊന്നും അല്ല. കുഴപ്പമില്ല. എത്ര രൂപയുടെ ഇത്? 10 രൂപ. മാളു നീ പൊക്കോ, നീ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പൊട്ടിച്ച് കഴിച്ചോ. പൊക്കോ 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 വേഗം പൊക്കോ. ചെല്ലി ചെല്ലി. ചേച്ചിക്കും കൊടുക്കട്ടാ കുറച്ച്. കോളടിച്ചല്ലേ ലൈഫ്. ഹലോ, എന്താണ് എന്തായി സീരിയൽ അഭിനയൊക്കെ? അതൊക്കെ അങ്ങനെ പോണു. എങ്ങനെ സുഖല്ലേ? സുഖം. ആ
എന്താ എന്താ ഒഴുകുന്ന ഒഴുകുന്ന പുഴ. പുഴ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വലിയ ക്യാരക്ടറായിട്ട് ഇപ്പൊ വന്നിട്ടില്ല, പക്ഷെ അങ്ങോട്ടും പോകുമ്പോൾ ത്രൂട്ട് ആവും. റോട്ട് ആവണം. പിന്നെ ആൾക്കാരൊക്കെ ഇപ്പൊ തിരിച്ചറിയണം. ഫാൻസ് ഉണ്ട് ഇഷ്ടം പോലെ. ആണോ? പിന്നെ എന്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഭയങ്കര ഫാനാ. നീ കാണൂലേ ഇപ്പൊ? പിന്നെ കാണും. നിങ്ങളെ പോലത്തെ സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ മുത്തിനെ ഞാൻ ഒരു സാധനം വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറെ ദിവസം കൊണ്ട് കൊണ്ടു നടക്കാം, പക്ഷെ കൊടുക്കാൻ പറ്റൂല. അതെ. അപ്പൊ ഇപ്പം മാളും ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും അങ്ങോട്ടല്ലേ പോണേ. കൊടുക്കോ? പിന്നെന്താ കാണിക്കുന്നത്? കൊടുക്കോ? കാണിക്കാം. ഞാൻ കൊടുക്കും, കാണിക്കേ. അയ്യേ, അവക്ക് ഭയങ്കര ഇഷ്ടം ഡയറി മിൽക്ക്. ദിവ്യ പ്രണയം എന്നൊക്കെ പറഞ്ഞ ഡയറി മിൽക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവക്ക് ഇഷ്ടമുള്ളത് അവളിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുമല്ലോ. കൊടുക്കോ? കൊടുക്കണേ. ഞാൻ തന്നേന്ന് പറഞ്ഞേ ചേട്ടൻ. ഇതെല്ലാം നടക്കുവോ? അത് നടക്കായ്മ. അല്ലെങ്കിൽ ഡയറി മിൽക്ക് അങ്ങനെയൊന്നുമില്ല, അവക്കും ഇഷ്ടം തന്നെ എനിക്ക് ഇഷ്ടം തന്നെ. ആയിക്കോ, ഒരു ദിവസം നമ്മൾ കല്യാണം കഴിക്കും. പറഞ്ഞ കല്യാണത്തിന് പറഞ്ഞേ. പിന്നെ ഞാൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. വെൽക്കം ഡാൻസ് അതൊക്കെ ഉണ്ടാ. എനിക്ക് കൂടെ സാധനം പഠിപ്പിച്ചു. റീൽസ് ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അയച്ചു തരാം ഇൻസ്റ്റാഗ്രാമില്. നമുക്ക് വലിയ മറ്റേ സ്ക്രീനിലൊക്കെ ഇടാം. അമ്മ ഓ അമ്മ ആ എന്താ അമ്മ ജോലിയൊക്കെ നിർത്തി. എന്തിയടാ? എന്നെ നോക്ക്. എന്താന്ന്? എന്നെ അതൊക്കെ ജോലിയൊക്കെ പിന്നെ ചെയ്യാം. ഓ പറ. എന്നെ നോക്ക്. ഓ നോക്കി എന്നാ? അമ്മ ആ പിന്നെ ആ ആ ലല്ലു ചേട്ടനും മാളു ചേച്ചിയും ലൈനാ. നിനക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ടല്ലേ. എന്ത്? ഞാനും മാളു ചേച്ചിയും കൂടി ലോലിപോപ്പ് വാങ്ങിച്ചോണ്ട് വരുമ്പം ലല്ലു ചേട്ടൻ മാളു ചേച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവിടെ. കടയോടെയോ? അവര് വീടിന്റെ ബാക്കില്. ആ എന്നിട്ട് അപ്പം ലല്ലു ചേച്ചിനെ കണ്ടപ്പം മാളു ചേച്ചി എന്നെ പറഞ്ഞു വിട്ടു, നീ വീട്ടിൽ പോവാ ഞാൻ വരാന്നും പറഞ്ഞു. അവള് വന്നില്ലേ? ഇല്ല, അവിടെ സംസാരിച്ചോണ്ട് ഇപ്പുണ്ട്. അപ്പൊ ഞാൻ എന്താ ഞാൻ അങ്ങ് ദൂരെ പോയിട്ട് ചെറിയ മരത്തിന്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി. അപ്പൊ വലിയ ഡയറി മിൽക്ക് കൊടുത്തു മാളു ചേച്ചിക്ക്. അവളൊക്കെ മേടിച്ചാ? മേടിച്ച്. ചെറുതല്ല അമ്മ, വലുത്. ഈ പ്രേമിക്കുന്നവരല്ലേ ഡയറി മിൽക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നേ. അത് നിനക്കെങ്ങനെ അറിയാം? 1-2 പെണ്ണുങ്ങളെ എനിക്കും തരാൻ വേണ്ടി ട്രൈ ചെയ്തതാ. എന്നിട്ട് നീ അത് മേടിച്ചാ? ഇല്ല. നീ ആർക്കെങ്കിലും കൊടുത്താ? നീ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നിക്കണ്ട കേട്ടാ. ആ എന്താടാ? ഒന്നുമില്ലേ. ലില്ലി അതാണ് ചേച്ചി. ലല്ലു അങ്ങോട്ട് പോയപ്പം അവളുടെ ഒരു ചാടിയുള്ള ലല്ലു ചേട്ടൻ എന്ന് പറഞ്ഞപ്പോഴുള്ള ഫേസ് കണ്ടായിരുന്ന? ആ മുഖത്ത് അന്നേരം തിളക്കം കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ കൊച്ചിന്റെ താഴെയല്ലേ അവളുടെ വീട്. ഇവിടെ ലല്ലുവിനെ കാണാൻ ഒരു ചാൻസേ ഇല്ല. അപ്പൊ ഒരു പരങ്ങലും ഉണ്ടായിരുന്നു. ആ നമ്മൾ ചോദിച്ചപ്പോ സീരിയലിലൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിലേക്ക് എന്ത് വിശ്വസിക്കും ദൈവമേ. ഞാനോർത്ത് മുത്താണെന്ന്. അതെ, നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഭാഗ്യം സത്യം നമ്മുടെ കൊച്ചിന്റെ തലേന്ന് പോയല്ലോ, അത് മതി. എന്നാലും ആ തന്തേം തള്ളേം പൊന്നു പോലെയാണ് ആ കൊച്ചിനെ നോക്കുന്നത്. ചേച്ചി ഒക്കെ പഠിച്ച് വല്ല നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ പൊന്നു പോലെ അതിനൊക്കെ വന്ന് ചെറുക്കന്മാര് കെട്ടിക്കൊണ്ട്. കാര്യം പറഞ്ഞാൽ സുലിച്ചേച്ചിനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഈ ചെറുക്കൻ ഈ വരുന്നതുകൊണ്ട് ഇവരിവിടെ നിന്ന് താമസം മാറി പോയാ മതി. എനിക്ക് ഇപ്പൊ അങ്ങനെ തന്നെ തോന്നുന്നത്. അതാണെങ്കിൽ അവൻ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോ ഈ ഹോൺ അടിക്കണെന്തിനാ? ഇവൻ അവിടെ ആ കൊച്ചുകൊട്ടാണെങ്കിൽ ഇങ്ങനെ ഹോൺ അടിക്കണെന്തിനാ? അവൻ അതിനോട് ആത്മാർത്ഥതയൊന്നും ഇല്ല. അതന്നെ കാര്യം. ശരിക്കും ഇഷ്ടമായിരിക്കും, ആർക്കറിയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവനെ കാണാൻ വേണ്ടിട്ടായിരിക്കും ഈ വരവും പോക്കൊക്കെ. അത് നിർത്തിക്കോ ചേച്ചി. ശരിയാടി. എങ്ങാനും ലൈനാണെന്നൊക്കെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ പറയും. അത് വേണ്ട. നേരെ നമ്മള് കൂട്ടുനിന്ന് പറയൂലേ. മുത്തനെയും പറഞ്ഞു വിലക്കിക്കോ. അവക്ക് ചിലപ്പോ അറിയായിരിക്കും, അവള് പറയാഞ്ഞിട്ടായിരിക്കും. കൂട്ടുകാരിനെ ഭയങ്കര സ്നേഹമുണ്ട് രണ്ടും കൂടെ. എന്നാലും തക്കൊടുക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ കൊച്ചിന്റെ അമ്മേനോടൊന്ന് ചെന്ന് സൂക്ഷിക്കണോന്ന് പറയണോ? എന്റെ പൊന്നെ, അതൊന്നും വേണ്ട.
അപ്പൊ നമ്മൾ ശരിക്കറിയാതെ അങ്ങനെ ചെന്ന് പറയുന്നത് പറയാൻ എന്താ ഉള്ളേ? ശരിയാ, എന്നാലും ഉള്ളതാ. എന്തിനു വെറുതെ ചേച്ചിയോട് പിന്നെ ദേഷ്യവും? അയ്യോ എന്റെ മോൾ അങ്ങനെയൊന്നും അല്ല, എന്റെ മോൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ചേച്ചി ആരായി? അതുകൊണ്ട് അങ്ങനെ പറയാനൊന്നും നിൽക്കണ്ട. അവർ വേണേ അവരുടെ മകളുടെ ഇത് കണ്ടുപിടിച്ചോട്ടെ. നമ്മള് മുത്തിന്റെ പുറകെ അവിടെ ആരെങ്കിലും നോക്കിയാൽ തന്നെ നമ്മൾ ഇതായിട്ട് നടക്കണില്ലേ? അതുപോലെ നടക്കണം മക്കളുടെ പുറകെ. ഞാനേ കേട്ടപ്പോ ഞെട്ടിപ്പോയി. വഴിയിലൊന്നും മുട്ടായി കൊടുത്തേക്കണെന്ന്. ഇവനെതിനെ മാത്രം മുട്ടായി മേടിക്ക് ചെറുക്കനെ കാണുമ്പോ എനിക്കുണ്ടല്ലോ. പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മളെ വെച്ചല്ലോ. അതെ അതെ നിന്നെ ചേച്ചിയെ ആ കൊച്ചിന്റെ അമ്മേനെ ഉപദേശിക്കുകയെന്ന് വേണ്ട. ആ കൊച്ചിനെ ഇവിടുത്തെ എന്ത് വേണ്ട പറഞ്ഞു നോക്ക്. നമ്മുടെ മുത്തിന്റെ പ്രായമല്ലേ ഉള്ളു, ഒന്ന് ഉപദേശിക്ക്. പറയാം, കേട്ടാ ഒക്കുള്ള. ആ ഉപദേശി കൊളവാക്കല്ലേ. കുറച്ചിട്ടാ മതി കേട്ടോ. ഇതുണ്ടല്ലോ, കപ്പ ഉണ്ടല്ലോ. മതി 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 മതി. കഴിക്കങ്ങ്. കപ്പ ഇഷ്ടമാണോ? ആ കപ്പ എനിക്ക് ഇഷ്ടാ. അവൻ എന്താ പലക്കടു അവൻ കഴിച്ചു. മതി 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 മതിയോ? മതി മതി മതി. അത് ഇത് തറയിൽ പോയപ്പോ കൊള്ളാവോ? സൂപ്പറായുണ്ട്, ഇഷ്ടായി. അമ്മയുടെ മാസ്റ്റർ പീസ് ഇതാണ്. അവള് കളിയാക്കണത് തന്നെ, അല്ലാതെ അതായിട്ടൊന്നും പറയണതല്ല. എന്റെ മോളെ ഞാൻ പറയാറില്ല അമ്മയുടെ കൊള്ളാം. എന്നാ ഇച്ചിരി അവിയല് എനിക്ക് വേണ്ടേ? ഓന് തരട്ടെ ഇച്ചിരി അവിയല്? കുറച്ചിട്ടാതെങ്കി പച്ചക്കറി. ആ പച്ചക്കറി തിന്നില്ലെങ്കിലും ഉണ്ടല്ലോ. മതി 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 മതി. എന്നാ ഇച്ചിരി മീൻ കഴിക്കും. ഞാൻ ബീട്രൂട്ട് കുറെ എടുത്ത്. എന്നാ എന്തെങ്കിലും ഒക്കെ കാണിക്കും, കഴിക്ക്. അച്ചാറില്ലേ? അല്ല ഇത് അടിപൊളി. ഇത്രയും കറി ഉണ്ടായിട്ട് അവക്ക് വയ്യ, അച്ചാറാണ് ഇനി വേണ്ടത്. ഞാൻ കഴിച്ചോളാം. ആന്റിയും കൂടി ഇരിക്കായിരുന്നു ഞങ്ങളുടെ കൂടെ. നിങ്ങൾ കഴിക്കണ കാണുന്നതല്ലേ സന്തോഷം. അങ്ങനെ അമ്മമാര് മക്കള് നല്ല സന്തോഷായിട്ടിരിക്കണം, മക്കൾക്ക് വയറ് നിറയണം, അങ്ങനെ എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന. പക്ഷെ അങ്ങനെ ജീവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമല്ലോ. അങ്ങനെ ജീവിക്കണതാ കുഴപ്പം. മിണ്ടാതിരിക്കാം, അവിടെ എനിക്കറിയാം എന്താ പറയേണ്ടത്. ആ എല്ലാം അവളങ്ങ് തീരുമാനിക്കും. മക്കള് മറ്റേ ചെറുക്കൻ അവനെ ലല്ലുവായിട്ട് എങ്ങനെ പരിചയമുണ്ടോ? നിങ്ങള് കൂട്ടാ? ഒരു കൂട്ടാണോന്ന്? നീ ഇരുന്ന് ചോറുണ്ട്, ഞാൻ ആ കൊച്ചിനോടല്ലേ വർത്താനം പറഞ്ഞ മുത്തേ? ഇപ്പൊ ചോദിക്കണം. അല്ല ഞാനിങ്ങനെ ചോദിച്ചതേ. അല്ല ഞാൻ ആന്റിയുടെ അടുത്ത് നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന്, അങ്ങനെ അറിയാം. അതെ അതെ, സീരിയലില് മാത്രമൊന്നുമല്ല, അല്ലാതെ അടുപ്പൊക്കെ ഉണ്ട്. സീരിയലില് കാണുന്ന ഒരാളെ ലല്ലു ചേട്ടൻ എന്ന് പറഞ്ഞു വിളിക്കൂലല്ലോ. അല്ല അമ്മയ്ക്ക് എന്ത്? പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഇൻസ്റ്റയില്. ശരിക്കും ഉള്ളതിലോ? ശരിക്കും അങ്ങനെ പരിചയമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒന്നുമില്ല മോനെ, സംസാരിക്കണം. അതെ ആന്റി പറയുന്നോണ്ട് മക്കളൊന്നും വിചാരിക്കരുത്. പണ്ടൊരു ചൊല്ലുണ്ട്, ഇല ചെന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ആർക്കാ ദോഷം? ആർക്കാ? ഇലക്ക്. ആർക്കാ? ഇലക്കി. ആരപ്പ ഇവിടെ അല്ല? ഞങ്ങള്. ആ പ്രത്യേകിച്ച് മോള്. ആ ചെറുക്കനുണ്ടല്ലോ പറയണോണ്ട് കാര്യം, ഞങ്ങളുടെ കൂട്ടുകാരത്തിയുടെ സുലു എന്ന് പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ചേച്ചിയാ. ആ ചേച്ചിയുടെ അനിയനൊക്കെയാണ്. പക്ഷെ ഇത്രയും കഴുപ്പണം കെട്ടൊരു ചെറുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആന്റി എന്താ പറഞ്ഞ? എനിക്കറിയാൻ പാടില്ല, ഞങ്ങള് ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ആണല്ലോ, അതിന് പോലും കൊള്ളൂല. ചോദിച്ചു നോക്ക് ഇവളോട് ചോദിച്ചു നോക്ക്. പറഞ്ഞേടി, പറഞ്ഞു കൊടുക്കാനാ കൊച്ചിന്. ആ
കുറെ നാൾ ഇവളുടെ പുറകെ നടന്നവൻ. പക്ഷെ അതിന്റെ തൊട്ട് പുറകെ ഞാനുണ്ടായി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഇവളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ മക്കള് പരുന്തുകാലെ പോവാൻ ഏതെങ്കിലും തള്ളമാര് സമ്മതിക്കോ? അവരുടെ ആ ചേച്ചി തന്നെ എന്താ പറയണേന്നറിയാമോ? അവനില്ലാത്ത ദുശീലങ്ങളൊന്നും ഇല്ലാന്ന്. നീയാണോ തീരുമാനിക്കണ മുത്തേ? അല്ല അങ്ങനെ ഇവക്ക് എന്തറിയാം? ഇവളിലെ തൃപ്പൂണിത്തുറയിൽ പഠിക്കാൻ പോയി കിടക്കുന്നത്, ഇവിടെ കിടക്കണ കൂത്താട്ടങ്ങളൊക്കെ നമ്മളല്ലേ കാണുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോളെ, ഒരു കാരണവശാലും അവന്റെ മാന്ത്രിക വലയത്തിൽ വീഴരുത്. അവൻ ഈ പെൺപിള്ളേരെ കാണുമ്പോഴത്തേക്കും ഈ സ്കൂട്ടർ എന്ന് പറഞ്ഞ് കാണിക്കലുള്ളതാ. അത് ഇതിൽ കൂടി പോകുമ്പോഴും അതെ. പക്ഷെ എന്റെ മക്കള് അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളൊക്കെ ഭയങ്കര പ്രതീക്ഷയല്ല മക്കളെ വളർത്തുന്നത്. എന്തെങ്കിലും അങ്ങനെ ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടം വരുവാണെങ്കിൽ ഇതേ ഇവളെ വിളിച്ചോ, ഇവളോട് ചോദിച്ചോ, അവള് പറഞ്ഞു തരും. അവക്കറിയാം അവളുടെ അമ്മ എങ്ങനെയായിരുന്നു അവളെ നോക്കിയതെന്ന്. അതിന്റെ അണവിട അങ്ങോട്ടും ഇങ്ങോട്ടും അവള് ചലിച്ചിട്ടില്ല കേട്ടോ. അല്ല ആന്റി, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഉണ്ടാവരുത് കേട്ടോ. കഴിക്ക്. ഇതെന്താ വെച്ചോണ്ടിരിക്കണേ? കഴിക്കും മുത്തേ. അവക്ക് എന്താന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പൊ വരാവേ. 2-3 പാത്രം കഴുകി വെക്കാനുണ്ട് കേട്ടോ. അതേ കറിയൊക്കെ എടുത്ത് കൂട്ടണേ. നിന്റെ അമ്മയ്ക്ക് നിന്റെ ലല്ലുവിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. ചക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത്?